ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പുളിഞ്ചിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുളിഞ്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഓണൊക്കെയാണ് വരുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പുളിഞ്ചി എങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പുളിഞ്ചി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 3 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ഇഞ്ചിയാണ് ഇപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെ ആ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഇഞ്ചിയുടെ ഒക്കെ കളറ് മാറി വരും. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാലാണ് നമുക്ക് ഇഞ്ചി പുളിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു 15 പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ എണ്ണയിൽ കിടന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ കളറ് മാറി വരും, ഒരു ബ്രൗൺ കളറായി വരും. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ ഇഞ്ചിയുടെയും ഉള്ളിയുടെ ഒക്കെ കളറ് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, ഒന്നും കൂടെ ആവണം. ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഈ പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പൊടികൾക്കൊക്കെ ഒരു പച്ചച്ചുവ ഉണ്ടാവും, അതൊന്ന് മാറിക്കിട്ടണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കര മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്ന് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പോയി ഒന്ന് കുറുകി വരും. അതുവരെ നമുക്കൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതാ നമ്മൾ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.